ഏജ ഫോൺ ചെയ്യാൻ പോയോ? ഈ ഏജനെ വിളിച്ച ഒരു സമയത്തിനും വരത്തുമില്ല. അല്ല ഒരു പയ്യൻ ടച്ചപ്പ്. ഹലോ, ടച്ചപ്പ് എന്ന് മേക്കപ്പ് ചെയ്യുന്ന ആളല്ലേ? അല്ല ഉണ്ട്. ഇവിടെ കിടന്ന് ഇത്രയും നേരം ടച്ചപ്പ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് കേൾക്കുന്നില്ലേ? അല്ല, ടച്ചപ്പ് എന്നാണ് പറഞ്ഞേ. പിന്നെ ടച്ചപ്പ് എന്നല്ലാണ്ട് ഞാൻ കേട്ടത് സെറ്റപ്പ് എന്നാണ്. ഞാൻ സെറ്റപ്പ് അല്ലല്ലോ. ഓ എന്റെ പൊന്നെ, കൗണ്ടർ ഇങ്ങ വന്നേ. മേക്കപ്പ് ചെയ്യുന്ന ആളാണോ? അതെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഫ്ലോർ വരുന്നത് സാറേ. കുഴപ്പമില്ല. ഏജ വന്നിട്ടില്ലല്ലോ. അല്ല, അത് എന്റെ ആളെ നോക്കിയതാ, വിട്ടേക്ക്. അത് പോട്ടെ. പൗഡർ എന്താ പേരെന്താ? സാർ എന്റെ പേര് ജിഞ്ചിൽ. ജിഞ്ചിൽ ടോണി. വെറൈറ്റി പേരാണല്ലോ. എന്താ പേരില്? അത് ഞാൻ ഈ മേക്കപ്പ് ചെയ്യാൻ നേരത്തെ എപ്പോഴും ഇങ്ങനെ ചാടി നിൽക്കാണ്ടാണ് എന്റെ അമ്മ ജിഞ്ചിൽ നിട്ടത്. നമ്മുടെ കാർഡൊന്നും കണ്ടില്ലല്ലേ? ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് സാർ, കുറെ അധികം ചെയ്തിട്ടുണ്ട്. അതെ. ചേട്ടൻ മേക്ക് ഓവർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മേക്ക് ഓവർ ചെയ്തായിരുന്നു സാർ. അങ്ങനെ ചെയ്ത് വന്നപ്പോ ഓവറായി പോയപ്പോ അവരെന്നെ പറഞ്ഞു വിട്ടു. മേക്കപ്പ് ഓവറായി പോയി, അങ്ങനെ എന്നെ പറഞ്ഞു. ശരി. പിന്നെ ചേട്ടന് ഇവിടെ സ്ഥലം ഇവിടെ തന്നെയാണോ? സ്ഥലം ഇവിടെയാണ്. ഒരാള് അവധി എടുത്തപ്പോ പെട്ടെന്ന് എന്നോട് കയറി നിക്കണേ. അതെ. അത്യാവശ്യം മേക്കപ്പ് ചെയ്യാൻ അറിയാം. പിന്നെ തീർച്ചയായും ചെയ്തോട്ടെ. അതായത് പിന്നെ ഓയിലി ആണ് അയക്കുന്നേ. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്താണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഭയങ്കര കുണ്ടും കുഴിയുണ്ട്. ഒരു സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിച്ചിട്ട് വൃത്തിയാക്കി ചെയ്താലും. സാൻഡ് പേപ്പർ മുഖത്ത് ഒരു ഇത് മറ്റേ കോല്, ബ്രഷ്, പെയിന്റ്, ഇങ്ങനെ ഉറച്ച് വന്നു കഴിയുമ്പോ ഈ കളറായതാ. വൈറ്റ് ആയിരുന്നു. ഇത് പൗഡർ ചെയ്യുന്ന വേറെ ബ്രഷ് ഉണ്ടോന്നോ? വേറെ ബ്രഷ് പല്ല് തേക്കുന്നതാണോ അതോ എനിക്കറിയത്തില്ല. ഇത് പെട്ടെന്ന് പോയത് ഒരാൾ വിളിച്ചതുകൊണ്ടേ ഏതാ. ഇത് നല്ലതല്ലേ? ഇത് നല്ലതാ. ഹെയർ പോവാണ്ട്. അതെ, എനിക്ക് ഭയങ്കര പൊക്കമാണ്. ഏണി വെച്ച് കയറണം തോന്നുന്നു. സോറി. അതന്നെ, കണ്ണിക്കുത്തില്ല. നല്ല മുഖം കേട്ടോ. പക്ഷെ എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ അവതാരകയായിട്ട് നിൽക്കുമ്പോ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാമോ? ഈ സൈഡ് മാത്രം കാണിച്ചാൽ മതി. ഇതാ ഭംഗി, മറ്റേത് കൊള്ളത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ. അല്ല, എനിക്കതാ ഇഷ്ടം. ഞാൻ ടി വി കാണാറുള്ളതല്ലേ. വേഗം ചെയ്യൂ സാർ. ഞാൻ ഒരു സംഭവം ചെയ്യുമ്പോ വളരെ വർണ്ണിച്ച് ആഗ്രഹം. എന്നോടാണോ? ചെയ്യ്. എന്റെ പൊന്നെ ഒന്ന് ചെയ്തോട്ടെ. അയ്യോ, മിറർ ഉണ്ടോ? മിററുണ്ട്. ഇത് ചെളിയൊക്കെ എന്നെ അസ്വസ്ഥരാക്കുന്ന ഇവിടുന്ന് സാർ. ഇവിടെ പൊട്ട് കളയല്ലേ? പൊട്ട് വേണം. ഞാനൊരു ലിഫ്റ്റിക്കിന്റെ കുറവുണ്ട്. ലിഫ്റ്റിക്ക് ഇച്ചിരി കൂടെ ഇടണം. ഒന്ന് ഞാൻ വളരെ ഒരു മിനിറ്റ്. ഈ മൈക്കേലാവാണ്ട്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ? ഞാനൊന്ന് ഞാൻ ലിപ്പ് വൈഡാക്കി തരാം. അല്ല, ഇപ്പൊ പിന്നെ വൈഡായി പോയത്. എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. ഞാൻ തന്നെ പറ്റിച്ച. ഞാൻ തന്നെ ക്ലിയർ ചെയ്യാം. പ്ലീസ് ഞാൻ ചെയ്തു തരാം. പ്ലീസ് ക്ലിയർ ഇത് ഇവിടെ ഇത്തിരി ഇങ്ങനെ ആയിരുന്നു. അതിപ്പോ ഇങ്ങനെ ഷേപ്പ്. ഞാൻ പറയുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ. ഒരു മിനിറ്റ്. എന്താണ്? ഞാൻ പറഞ്ഞ ലൈൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താ മതി. ഈ കവർ ഞാൻ സ്വന്തമായിട്ട് ഇടങ്ങതാ. അല്ല, ഞാൻ ഇട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അത് മനോഹരമാകത്തില്ല. ഞാൻ ഇട്ട് തരുന്നതാണ്. ഞാൻ ഹലോ, ഒന്ന് മാറി നിൽക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം. എനിക്കിങ്ങനെ എന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എന്നെ അസ്വസ്ഥനാക്കി കഴിഞ്ഞാൽ എനിക്ക് ആരാണ് ഇവിടെ അസ്വസ്ഥനാക്കി? ഇന്നലെ വന്നല്ലേ ആളല്ലേ, ഒരാൾ പകരക്കാരനായിട്ട് വന്നല്ലേ. ആ വന്ന ആളെ ഇങ്ങനെയൊക്കെ അവമാനിക്കാം. അല്ല, ഞാൻ അങ്ങനെയല്ല ചേട്ടാ. ഞാൻ ഇതൊന്ന് ചിരിക്കൂ ആ ക്യാമറയിൽ നോക്കി. ഞാൻ ദേഷ്യപ്പെട്ടതല്ല. ഇങ്ങനെ തരൂ, ഞാനത് ചെയ്ത് ക്ലിയർ ചെയ്തോളാം. നല്ല രസമുണ്ടല്ലേ? എന്നും ഈ മുഖം ഇതുപോലെ ഇരിക്കുന്നതിലും നല്ലതല്ലേ ഇന്ന് ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ നല്ലത്? കാരണം പുതുമ വേണ്ട. എപ്പോഴും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ? താൻ എന്നെ ഈ കാണിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇത് വല്ലതും അറിയോ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാന്ന്? അത് ശരിയാക്കി തരാം ചേട്ടാ. എനിക്ക് ഇതൊന്നും റിമൂവ് ചെയ്യേണ്ടി വരും. എന്താ നിങ്ങൾ കാണിച്ചു വെച്ചേക്കണേ? അത് ഒരു മിനിറ്റ്. സെറ്റിംഗ് സ്പ്രേ ഉണ്ടോ? സാർ ഇത് ഫിനിഷാണ്. മാർഗേ, ഇതിന്റെ അകത്ത് നിന്ന് എടുക്കാം. എന്താ പറ്റിയേ? എന്നാ? ഉറുമ്പോ? ചക്കര ഉറുമ്പ്. എവിടുന്ന്? ഞാനേ ഈ പാൻ കേക്കിന് പകരം പിള്ളേരായതുകൊണ്ട് ക്രീം കേക്ക് കൊണ്ടിട്ട് അതാ പറ്റിയത്. അയ്യോ, ഒരു കാര്യം ചെയ്ത് മൊത്തം സെറ്റാക്കി തരാവേ സാറേ. പ്ലീസ് സാർ, ഞാൻ 5 മിനിറ്റിനുള്ളിൽ എല്ലാം റെഡിയാക്കി തരാം. ഇത് മൊത്തം റിമൂവ് ചെയ്ത് വേഗമാട്ടെ. മൈക്കിലൊക്കെ ആവും. സെറ്റിംഗ് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും സെറ്റായി പോവും. ഇല്ല, സെറ്റ് ആകത്തില്ല. എന്റെ ഒത്തിരി തുണികളുണ്ടല്ലോ.
വീട്ടിൽ നിന്ന് വിളിയാണല്ലോ എന്റെ ദൈവമേ, സമാധാനം തരികയില്ല. ക്ലോത്ത് എന്നാ അമ്മേ? എന്നാ? എന്നത് പാറ്റക്കടിക്കുന്ന മരുന്ന് അലമാരിക്കകത്തിരിപ്പില്ലേ, പിന്നെ എന്നെ തരുതര വിളിക്കുന്നത്? ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുവല്ലേ. അമ്മേ, ഒരു വൈറ്റ് അടപ്പുള്ള കുപ്പി, മാറിയോ? ആ കുപ്പിയാണ് ഈ പാറ്റക്കടിക്കുന്ന മരുന്ന്. ഇവിടെയോ? അതവിടെ ഇല്ലേ? അവിടെ ഇല്ലേ പിന്നെ എവിടെ പോവാനാ? ആ, ഒരിടത്തും പോവല. ആ, ഒരിടത്തും ഇല്ല, അത് എന്റെ കയ്യിൽ തന്നെയുണ്ട്. ഈ ഈച്ചയുടെ ശല്യം ഭയങ്കരമാണ് ഇവിടെ. ഈച്ച ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യം ഈച്ചനെ ഓടിക്കുക, അത് കഴിഞ്ഞിട്ട് വേണം ഷൂട്ടിങ് തുടങ്ങാൻ. ഈച്ച പോട്ടെ. അതെ കാരണം ഈച്ചയുടെ ശല്യം ഭയങ്കര. പോട്ടെ, ആ വഴി രക്ഷപ്പെട്ടു. അതെ.